ഇന്ത്യൻ എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ടി വിയിലും ഇതിലേക്കാണ് ഇന്ത്യൻ 1 കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ ഇന്ത്യൻ 2 പറഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നതുകൊണ്ട് FDFS വന്നവരാണ്. ഇന്ത്യൻ 1 എന്താണ് പ്രിഫർ ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് അത് തന്നെയാണ്. ഇന്ത്യൻ 2 സേനാപതി ഫൈറ്റ് അഗേൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അത് ഇനിയും തുടരും എന്നുള്ള രീതിക്ക് ഇന്ത്യൻ 3യുടെ കുറേ ഇത് വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ഒരു വിഷ്വലൈസേഷൻ വരാൻ പോകുന്ന ഇന്ത്യൻ 3യിലാണെന്നുള്ള രീതിക്കാണ് പടം പ്രതീക്ഷ കൊണ്ട് അവസാനിക്കുന്നത്. വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് റെലവൻസ് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞത്. പടം കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് എന്നുള്ള ബേസിൽ ഈ ഒരു പാട്ട് പോകുന്നതാണ്. ഒരു തേപ്പാടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം എന്നെ ട്രെയിലറിൽ കണ്ട കുറേ സംഭവങ്ങളുണ്ട്. ഈ താത്തയുടെ മർമ്മമുണ്ട്. അത് ഓവറായിട്ടൊന്നും പടത്തിൽ വന്നിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ടോ. ഒരു ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇമോഷണലി ചെറുതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേപ്പാടിൻ്റെ കഥ കേട്ടിട്ടാണ് പുള്ളി സെക്കൻഡ് പാർട്ടി ചെയ്തതെന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മോട്ടിവേറ്റഡ് പാർട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ 3 എന്ന് പറയുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. അതായത് ഒരു പടത്തിൻ്റെ ഒരു ഇൻട്രോവൽ സീക്വൻസ് കൊണ്ട് നിർത്തുന്ന മാതിരിയാണ് ഈ പടത്തിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ്. അത്